മദ്യപാനത്തെക്കുറിച്ച് നമുക്കിടയിൽ പല മിഥ്യാധാരണകളുമുണ്ട്. അവ എന്താണെന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി തന്നെ പറയട്ടെ, മദ്യപാനാസക്തി ഒരു രോഗാവസ്ഥയാണ്. മിത്ത് നമ്പർ 1, പീപ്പിൾസ് ചൂസ് ടു ബിക്കം അഡിക്റ്റഡ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു വ്യക്തി സ്വയം വിചാരിച്ചിട്ടല്ല ഒരവസ്ഥയിലേക്ക് പോകുന്നത്. അവന്റെ ജെനറ്റിക്സ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ട്രോമ, സോഷ്യൽ എൻവയോൺമെന്റ്, ഈ സാഹചര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിയുടെ അഡിക്ഷനിലേക്ക് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മിത്ത് നമ്പർ 2, റിലാപ്സ് മീൻസ് ട്രീറ്റ്മെന്റ് ഹാസ് ഫെയിൽഡ്. ഇതൊരിക്കലും വസ്തുതയല്ല. നമ്മൾ ട്രീറ്റ്മെന്റിന് ശേഷവും നമ്മുടെ രോഗം വിമുക്തമായി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ആൽക്കഹോളിസം എന്ന് പറയുന്നത് നമ്മളെ ജീവിതകാലം മുഴുവൻ ബാധിക്കുന്ന ഒരു ക്രോണിക് ഡിസീസാണ്. ആയതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകളും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ഫാമിലി മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നുള്ളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ആൾക്ക് വീണ്ടും റിലാപ്സ് സംഭവിച്ചാൽ പോലും വീണ്ടും അതിൽ നിന്ന് കരകയറി വരാനായിട്ട് ആൾക്ക് സാധിക്കും. അതിനാൽ തന്നെ അടുത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്. മിത്ത് നമ്പർ 3, ഡ്രിങ്കിങ് ഇൻ മോഡറേഷൻ മീൻസ് യു ആർ നോട്ട് അഡിക്റ്റഡ്. ഇതും